നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ദിനത്തിന് നബിദിനം എന്നാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ നബിദിനം പ്രാമാണികമായി തെറ്റാണെന്നും അതിലുപരി നബിദിനം എന്ന പദം തന്നെ തെറ്റാണെന്നുമുള്ള പുതിയ ഗവേഷണത്തിന്റെ തലത്തിലേക്ക് ഇന്ന് ബിദഈകൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർ ന്യായം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് നൽകപ്പെട്ടത് 40-ാമത്തെ വയസ്സിലാണ്. ജനിച്ച സമയത്ത് അവിടുന്ന് നബിയല്ല. അതിനാൽ നബിയല്ലാത്ത രൂപത്തിൽ ജനിച്ചതിനാൽ നബിദിനം എന്ന പദം ജന്മദിനത്തെക്കുറിച്ച് പറയുന്നത് അബദ്ധമാണ്, തെറ്റാണ് എന്നതാണ് അവരുടെ ന്യായം. യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്നത് പോലെയുള്ള ഒരു ഗവേഷണമാണ് ബിദഈകൾ ഈ വിഷയത്തിൽ നടത്തിയത് എന്ന് നാം മനസ്സിലാക്കുക. കാരണം നബിദിനം എന്ന പ്രയോഗം പാടില്ലെന്നും അതിന് പകരം മുഹമ്മദ് ദിനം ഉപയോഗിക്കണമെന്നുമാണ് ബിദഈകൾ അവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം നമുക്കറിയാം. അവിടുത്തെ ജനനത്തിന്റെ 7-ാമത്തെ ദിവസം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നവരാണ് അവിടത്തിന് മുഹമ്മദ് എന്ന പേര് നിർദ്ദേശിച്ചതും പേര് വെച്ചതും. ജനിച്ച സന്ദർഭത്തിൽ മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടുകൊണ്ട് ജനിച്ചതല്ല, 7-ാമത്തെ ദിവസത്തിലാണ് അവിടത്തേക്ക് പേര് വെക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നബി തങ്ങൾ ജനിച്ച ദിവസത്തെ മുഹമ്മദ് ദിനം എന്ന് നമ്മൾ പറയുക? ആ ദിവസത്തെ ശൂന്യം ദിനം എന്ന് പറയേണ്ടതിലേക്കാണ് ബിദ്അത്തുകാരുടെ വാദങ്ങൾ ചെന്നെത്തുന്നത്. അതുകൊണ്ട് നബിദിനം തന്നെ ആ പദം തന്നെ തെറ്റാണെന്നുള്ള തലതിരിഞ്ഞ ഗവേഷണങ്ങൾ, ആ ഗവേഷണങ്ങൾ തന്നെ അവരെ തിരിഞ്ഞുകുത്തുന്നു എന്നത് അതിന്റെ മറുപടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക.